نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم لتسألن يومئذ عن النعيم. പ്രിയമുള്ള വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി എവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നാം ദിനേന ധാരാളം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ഉപയോഗപ്പെടുത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെയും നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, എന്തൊക്കെ കിട്ടണമായിരുന്നു എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ നമ്മൾ ആരും അത് പരിശോധിക്കാൻ തയ്യാറാകുകയില്ല എന്ന് മാത്രമല്ല, ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും അല്ലാഹുവിന്റെ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും മനുഷ്യൻ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി പരിചയപ്പെടുത്തിയത് നമ്മുടെയൊക്കെ ആരോഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞത് നിഅമതാനി, രണ്ട് അനുഗ്രഹങ്ങൾ, മഅബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കാതെ പോകുന്ന പറഞ്ഞാൽ അത് അനുഗ്രഹമായിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിക്കാതെ അതിനോട് അത്ര ഒരു സമീപനം സ്വീകരിക്കാതെ പോകുന്നു. ഒന്ന് അസിഹത്തു,
ആരോഗ്യമാണെന്ന്. അപ്പൊ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരോഗ്യമെന്ന അനുഗ്രഹത്തെ കുറിച്ചിട്ടാണ്. എത്രയോ വചനങ്ങളുണ്ടെന്നറിയോ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, പറയത്തക്ക രോഗങ്ങളൊന്നും ഇല്ലാതെ ശാരീരികമായ സൗഖ്യം ഉണ്ടായാൽ തന്നെ ആരോഗ്യം ഉണ്ടായി നടത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബി വ മുആഫ ഫീ ജസദിഹി. നിങ്ങൾക്ക് ഒരു ദിവസം പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒന്നും ഇല്ലാതെ ശാരീരികമായ സൗഖ്യത്തോടു കൂടി രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണെന്നാണ്. എന്ന് പറയുന്നത്, രോഗത്തിന്റെ പേരിൽ അടിമപ്പെട്ട് ശയ്യാവലംബിയായി കിടക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ. ഒന്ന് നിവർന്ന് എഴുന്നേൽക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, ഒറ്റയ്ക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ അടുത്ത് നിൽക്കണമെന്നറിയോ. വേറെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഒന്ന് സ്വന്തമായി ഒന്ന് ബാത്റൂമിൽ പോയി അവനവന്റെ പ്രാഥമിക കർമ്മം സ്വന്തമായി നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആളുകൾ, അവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്കത് രാവിലെ എഴുന്നേൽക്കാൻ, ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നം കൊണ്ട് രാവിലെ ഉണരാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ രാവിലെ അങ്ങനെ സ്വമേധയ ഒന്ന് ഉണരാൻ കഴിയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അവസാനം പറഞ്ഞത് അന്നമാ ഹീസത്തുൽ ലഹു ദുനിയ ബിഹദാഫിരിഹം. ദുനിയാവിലെ ഒട്ടുമിക്ക അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായത് അവൻ കൈവശപ്പെടുത്തി എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യത്തെ കുറിച്ചും ശാരീരികമായി സൗഖ്യത്തെ കുറിച്ച് പറഞ്ഞു നിർത്താം. മറ്റൊരിക്കൽ പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടം ഏറ്റവും ആരോഗ്യമുള്ള കരുത്തനായ വിശ്വാസിയാണ്. അത് ചിലപ്പോ ഈമാനികമായ കരുത്താകാം, ശാരീരികമായ കരുത്താകാം. ശാരീരികമായ ദുർബലനായ ഒരാടി വിശ്വാസിയെക്കാളും അള്ളാഹുവിനിഷ്ടം ആരോഗ്യമുള്ള ശാരീരികമായ കരുത്തുമുള്ള ഒരു വിശ്വാസിയാണ് അള്ളാഹുവിനിഷ്ടം. അപ്പൊ അവിടെ ശാരീരികമായ കരുത്തിന് നബി മുൻഗണന കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന സമയത്ത് ആ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെൺകുട്ടികൾ മൂസാ നബിയെ പരിചയപ്പെട്ടതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഉപ്പക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മൂസാ നബിയെ ഒറ്റ നോട്ടത്തിൽ അവരെങ്ങനെ വായിച്ചു കൊടുത്തു എന്നതിന് പറഞ്ഞ ഒരു അടയാളം, ഇന്നഹു ലഖവിയ്യുൻ അമീൻ, അയാൾ നല്ല കരുത്തനാണെന്നാണ് മൂസാ നബിയെ കുറിച്ച് പെൺകുട്ടികൾ പറഞ്ഞത്. അപ്പൊ ഒറ്റ നോട്ടം ഒരാൾ ആരോഗ്യമുള്ള ആളാണ് എന്നുള്ളത് അത് വലിയ പ്രാധാന്യമുള്ള ഒരു വലിയ സംഗതിയാണ് ആരോഗ്യം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് തവണ ഉണർത്തിയൊക്കെ നിങ്ങൾ ആരോഗ്യ കാര്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുന്നതാണ്. ഇത് ഡോക്ടേഴ്സ് നമ്മോട് പറയുമ്പോൾ നമ്മൾ തുടങ്ങേണ്ട ചില ജീവിതശീലങ്ങളല്ലല്ലോ. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഇതുവരെ കൊണ്ടുപോയിരുന്ന റുട്ടീൻ ഒന്ന് മാറ്റിപ്പിടിക്കണമെന്ന് ഡോക്ടർ നമ്മളോട് പറയും. അതെന്താ, ഇനി നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഒരു വിട്ട് നടക്കണം എന്നൊക്കെയാണ് പറയുമ്പോൾ നമ്മൾ പിന്നെ തുടങ്ങുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ, നിങ്ങൾ അതിനൊന്നും കാത്തു നിൽക്കരുത്, ആരോഗ്യത്തെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്നാണ്. ഈ എത്തനിം ഹംസൻ ഖബല ഹംസിൻ, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒന്നേതറിയോ, വസിഹതക ഖബല സഖ്മിക, ഒരു രോഗം വന്ന് പിന്നെ നിങ്ങൾ അതിനെ ചികിത്സിക്കാൻ പോകുന്നതിന് മുമ്പ്, ആ രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്നും, അപ്പൊ എന്റെ ആരോഗ്യത്തിന് ഹാനികരമായി ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണമെന്ന്, ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി എത്രയോ വലിയ നിർദ്ദേശങ്ങളാണ്. അപ്പൊ ആരോഗ്യ കാര്യത്തിൽ നമുക്കൊരു വിശ്വാസി നല്ല ശ്രദ്ധ വേണം. അത് മതപരമായ ഒരു ബാധ്യത കൂടിയാണല്ലോ. അള്ളാഹും റസൂലും പറഞ്ഞ പിന്നെ എന്തായി, അത് നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അപ്പുറമായി അത് മതപരമായ ഒരു ബാധ്യത കൂടിയായി ആരോഗ്യ കാര്യത്തില് ശ്രദ്ധ പുലർത്തണം എന്നുള്ളത്. അത് ഇസ്ലാമിന് വളരെ കർക്കശമാണ്. ആരാധന വിഷയത്തിൽ കൂടി ഇസ്ലാം നിയന്ത്രണം വച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആളുകൾ നബിയോട് പരാതി പറഞ്ഞു, അംറിനെ ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്നില്ല. ഭാര്യ പറഞ്ഞു, എന്താ, പകൽ അധിക ദിവസം നോമ്പാണ് നബിയെ, രാത്രിയാണെങ്കിൽ അദ്ദേഹം പകുതി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കണം, അയാളുടെ ശരീരം വളരെ ദുർബലനായി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി അംറിനെ വിളിച്ചിട്ട് പറഞ്ഞു,
നീ നല്ലതാണല്ലോ, എന്നും സുന്നത്ത് നോമ്പ്, രാത്രി എന്നും നിസ്കാരം. നബി പ്രോത്സാഹിപ്പിക്കുകയല്ല. നബി ചോദിച്ചു, എന്താണ് അമ്രീ കാണിക്കുന്നത്? ഇതൊന്നും ദീനല്ലോ. നിനക്ക് അള്ളാഹുവിനോട് ബാധ്യത ഉള്ളതുപോലെ തന്നെ നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. എന്നാ നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്. അതെന്താ? ഉറക്കമുളക്കില് കണ്ണിനോട് ചെയ്ത അനീതിയാണ്. ആ അനീതിക്ക് ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ഒരു ഇബാദത്ത് മുഴുകെ പഠിച്ചവര് വേണ്ടിയാണെങ്കിൽ പോലും ആരോഗ്യത്തെ ദുർബലപ്പെടുത്തിയുള്ള ഒരു ഇബാദത്ത് ഇസ്ലാം താല്പര്യം അന്നാക്ക് പറഞ്ഞല്ലോ. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്നാണ്. എന്തുകൊണ്ട്? ഈ വിസാൽ നോമ്പുണ്ട്. വിസാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നോമ്പനുഷ്ഠിക്കാൻ നടത്തം, ദിവസമില്ലത്. നബി അത് പാടില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാം. ഇസ്ലാം അങ്ങനെ പറഞ്ഞു. രാത്രി പകുതി ഉറങ്ങണം. എന്തിനാ രാത്രി ചോദിച്ചാൽ നിങ്ങളുടെ വിശ്രമത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആലോചിക്കാം, രാത്രി സമയം എന്തിനാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ രാത്രി സമയം നമുക്ക് വിശ്രമിക്കാൻ അല്ലാഹ് അങ്ങനെ നമ്മുടെ ബോഡി സെറ്റ് ചെയ്തതാണ്. അതിന് പകരമായി അത് ഒരു ദിവസത്തെ രാത്രി ഉറക്കം നഷ്ടപ്പെട്ടിട്ട് എത്ര ദിവസം പകൽ ഉറങ്ങിയാലും അത് ശരിപ്പെടാനും തിരിച്ചു വരാനും കുറെ സമയം പിടിക്കും. എന്താ കാരണം? നമ്മുടെ ബോഡി അങ്ങനെയാണ് സംവിധാനിച്ചത്. രാത്രി ഉറങ്ങണം, വിശ്രമിക്കുന്ന രൂപത്തിലാണ് സംവിധാനിച്ചത്. ആ സംവിധാനം നമ്മൾ തന്നെ ക്രമപ്പെടുത്തിയാൽ പിന്നെ അത് തിരിച്ചു വരാൻ സമയമെടുക്കും. ഇപ്പോ വിദേശത്തുള്ള ഒരാളെ കൂടെ അയാളുടെ ഡോക്ടറെ കാണാൻ പോയ ഒരു അനുഭവമുണ്ടായിരിക്കും. അയാളെ സംബന്ധിച്ചത് അയാൾ വിദേശത്ത് വന്നു കഴിഞ്ഞിട്ട് രാത്രി അയാൾക്ക് ഉറക്കം കിട്ടണം, കണ്ണ് തുറന്നിങ്ങനെ കിടക്കും, വലിയ പ്രയാസം. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ ഇയാളുടെ ഡേ നൈറ്റ് മാറിപ്പോയെന്നാണ് ആ ഡോക്ടർ കണ്ടെത്തിയത്. കാരണം രാത്രി നിരന്തരമായി വണ്ടി ഓടിച്ച് കുറെ നമ്മൾ എന്താണോ ശീലമായി തുടങ്ങുന്നത്, സ്വാഭാവികമായി നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? അതിങ്ങനെ സെറ്റ് ചെയ്യും. അങ്ങനെ ബ്രെയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ സമയം എടുക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ ഇയാൾ ബ്രെയിൻ സെറ്റ് ചെയ്യാൻ മരുന്ന് കൊടുത്ത് മാസങ്ങളോളം എടുത്തതിന് ശേഷമാണ് അയാൾക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റിയതെന്ന് പറയാം. ഇപ്പോ പലരും നമ്മളൊക്കെ ഉറക്കം ഉളച്ചിട്ട് പലതിനൊക്കെ ഏർപ്പെടുന്നുണ്ടല്ലോ, സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ. അതൊക്കെ വലിയ കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ആളുകൾക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത് ഉറക്കക്ഷീണം കൊണ്ടൊന്നല്ല എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പോൾ എത്ര സമയം വേണമെങ്കിലും ഉണർന്നിരിക്കാമെന്നും ഏത് സമയത്ത് അലാറം വെച്ച് ഉണരാമെന്നും എല്ലാവരും ഇപ്പൊ തെളിയിക്കുന്നില്ല. എല്ലാവർക്കും ബോധ്യപ്പെടും ഉറങ്ങാമെന്നും. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മള് പറയുമ്പോഴും ഫലസ്തീനാണ്, ഖുദ്സാണ് നമ്മുടെയൊക്കെ ആത്മാവെന്ന് പറയുമ്പോഴും അതൊന്നും അല്ല. നമുക്ക് താല്പര്യം അതിനപ്പുറത്തുള്ള വേറെ കുറെ ആൾക്കാരോടും രാജ്യത്തോടും സംവിധാനത്തോടൊക്കെയാണ് താല്പര്യവും സ്നേഹവും ഇഷ്ടം എന്നൊക്കെ ഉള്ളത്. സമൂഹം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പിന്നീട് അത് ബോധ്യപ്പെടും. അപ്പൊ നമ്മൾ രാത്രി ഉറങ്ങാതിരുന്ന ആരോഗ്യം നഷ്ടപ്പെടുത്താന്നുള്ളത് ഇബാദത്തിന്റെ വിഷയത്തിൽ പോലും അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് ആ രോഗം വന്നാൽ നിങ്ങൾ ദിക്റും ദുആയായിട്ട് ഇരിക്കാനല്ല പറഞ്ഞത്. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ചികിത്സിക്കണം. വലാ തദാവുൽ ഹറാം. പക്ഷെ ഹറാമായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ചെയ്തത് നടത്തുന്നത് ഇസ്ലാം നേർക്ക് നേരെ ഹറാമാണെന്ന് പറഞ്ഞ വസ്തുക്കളോ സംവിധാനങ്ങളോ വഴികളോ ഉപയോഗപ്പെടുത്തിയിട്ട് ചികിത്സ പാടില്ല. അപ്പൊ ചികിത്സിക്കണം. ഞാൻ പടച്ചോനോട് മാത്രമേ പറയുള്ളൂ, ഞാൻ തവക്കുൽ ചെയ്ത ആളാണ്, ഞാൻ അങ്ങനെ ദിക്റും ദുആയി ഇരുന്നാൽ മാത്രം മതി എന്ന് ഇസ്ലാം പഠിപ്പില്ല. ചികിത്സിക്കുന്നതിനൊപ്പം തന്നെയും പ്രാർത്ഥനയും ദിക്റുമായി മുന്നോട്ട് പോകാനാണ്. അപ്പൊ ചികിത്സിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അതെന്തിനാ? ആരോഗ്യം കേടുവരാതിരിക്കാനാണ്. നോക്കൂ, ഇസ്ലാം രോഗികളെ എത്ര പരിഗണിക്കേണ്ടെന്നറിവോ? അധികം ഇളവുകളും രോഗികൾക്കുണ്ടല്ലോ. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതി ഇമാമിനോട് പറയുന്നതെന്നറിവോ? ഇതാ അമ്മ അഹദുക്കും, നിങ്ങൾ ഒരാളെ ഇമാമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഫൽയുഖഫിഫ്, നിങ്ങൾ നമസ്കാരത്തെ ലഘൂകരിക്കണം കേട്ടോ. ഇത് നമ്മുടെ സാധാരണ ഫർദ് നിസ്കാരത്തെ കുറിച്ചിട്ടല്ല, ദീർഘമായി ഓതുന്ന സംസ്കാരം ഉണ്ടല്ലോ. ആ നിസ്കാരത്തിലൊക്കെ നമുക്ക് കൂട്ടവും ചുരുക്കമൊക്കെ ചെയ്യാം. പിന്നെ മറ്റു നിസ്കാരങ്ങളുണ്ട്. ഇപ്പൊ ഏത് മനുഷ്യൻ ഒരു ജമാഅത്തിന് വരുമ്പോൾ, ഇപ്പൊ ഒരു ളുഹറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അസറാണെങ്കിൽ മാക്സിമം ഇത്ര മിനിറ്റ് എന്ന് ഏതൊരാൾക്ക് അറിയാമോ? അതിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത് അർത്ഥം. ഇപ്പൊ മഗ്‌രിബിന് വരുന്ന ഒരാളും സുബഹിക്ക് പള്ളി പോകുന്ന വ്യത്യാസം അറിയാം. അയാൾക്കറിയാം സുബഹിക്കാണ് ഒരു അല്പം ദൈർഘ്യമായി ഓതുന്ന അയാൾക്ക് അറിയാം. അപ്പൊ അതിന് അറിഞ്ഞിട്ട് അയാൾ വരാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വറാഉക്കും മരീദ് വസ്സഗീർ വൽ കബീർ, നിങ്ങൾ പുറകിലുള്ളവരെ പരിഗണിക്കണം. അതിൽ കുട്ടികളുണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും, രോഗികളൊക്കെ ഉണ്ടാവും.
അപ്പൊ അവരെയും കൂടി നിങ്ങൾ എന്ത് ചെയ്ത് പരിഗണിച്ചിട്ട് വേണം അവിടെ ഇമാമ നിൽക്കാൻ പോലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായി പറയാൻ. ഇപ്പൊ രോഗിയാണ് നബി അവർക്ക് നിങ്ങൾ ഏറ്റവും ഒരു ഇളവും നൽകപ്പെടാത്ത ഒരു ഇബാദത്ത് ഏതാണ്? നിസ്കാരാണ്. നിങ്ങൾ ഇസ്ലാംകാരെ എടുത്ത് പരിശോധിച്ചോ, അത് പലതിനും ചിലപ്പോൾ വേണ്ടെന്ന് തന്നെ. ഇപ്പൊ ഒരാൾ രോഗിയാണെങ്കിൽ അയാൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല, നോമ്പ് പിടിക്കണ്ടെന്നാണ് തിരിയോർത്താൽ മതി. എവിടെയെങ്കിലും നിസ്കാരം വേണ്ടാന്നില്ല. നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് സമ്പത്തില്ല, അയാൾ സക്കാത്ത് അയാളോട് പറഞ്ഞു നീ കൊടുക്കണ്ടെന്ന്, വേണ്ടാന്ന്. ഇപ്പൊ നമ്മളോട് ഇസ്ലാം ഷഹാദത്ത് കലിമ ചെല്ലാൻ പറഞ്ഞോ? ചെല്ലാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ അത് ഉൾക്കൊണ്ട ആൾക്കാരാണ്. പക്ഷെ ആ പറഞ്ഞത് ഇസ്ലാം കാര്യത്തിൽ ഒരു നിലക്കും നമുക്ക് ഇളവില്ലാത്ത സംഗതി അതാണ്, നിസ്കാരമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ നിസ്കരിക്കണ്ടാതെ ഒരാൾക്കും ഇളവില്ല. അപ്പൊ രോഗിയോട് എന്ത് പറഞ്ഞു? നീ നിസ്കരിക്കണം. ഫസ്വല്ലി ഖായിമ, നിന്നാണ് നിസ്കരിക്കേണ്ടത്. ഫഇല്ലം തസ്തതി ഫഖായിദ, നിന്ന് നിസ്കരിക്കാൻ പറ്റൂലേ, ഇരുന്ന് നിസ്കരിച്ചോ. ഇനി എപ്പോഴും നിസ്കരിക്കാൻ പറ്റൂലേ, ജംആക്കിക്കോ, കൂട്ടി നിസ്കരിച്ചോ. ഇനി ഇരുന്ന് നിസ്കരിക്കും, നിനക്ക് എങ്ങനെയാണോ സാധ്യം അതുപോലെ നിസ്കരിച്ചോ. ഒരാൾക്ക് അയാള് കിടപ്പിലായ ഒരു രോഗിയുടെ ശാരീരിക അവസ്ഥ ആലോചിച്ച് നോക്കൂ. അയാൾ പറയാണ് കിടപ്പിൽ നിസ്കരിക്കണം. അയാളുടെ ശരീരം അനങ്ങൂലേ, മനസ്സും ഒക്കെയാണെങ്കിൽ അയാൾ മനസ്സുകൊണ്ടെങ്കിലും നിസ്കാരം പൂർത്തിയാക്കുള്ളൂ എന്നാണ് പണ്ഡിതന്മാരെ സൂക്ഷ്മമായി പറഞ്ഞത്. അപ്പൊ അവിടെയൊക്കെ രോഗിയെ പരിഗണിച്ചിട്ടാണ് ഇസ്ലാം പോകുന്നത് പറഞ്ഞാൽ അത് ആരോഗ്യം രോഗം വലിയ സംഗതി ആയതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചില നാടുകൾ ഈ ക്വാറന്റൈനൊക്കെ ഇസ്ലാം കൃത്യമായി പറഞ്ഞു. പകർച്ചവ്യാധികൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പകർച്ചവ്യാധികൾ ഉള്ള സാഹചര്യമാണ്. നമ്മൾ പറയും നമുക്ക് പടച്ചോല് തവക്കുലുണ്ടെന്നൊക്കെ പറയും. അതൊക്കെ ഒരു സംഗതി, ബലപ്പെട്ട സംഗതിയാണ്. പക്ഷെ ഇസ്ലാമിൽ ചില നിർദ്ദേശമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു നാട്ടില് അല്ലെങ്കിൽ ഒരു വീട്ടില് ഒരാൾക്ക് പകർച്ച വ്യാധി പിടിപ്പെട്ട ഒരാളാണെങ്കിൽ ഫലാ തദ്ഖുലൂ, പിന്നെ അവനെ സന്ദർശിക്കാൻ പോകരുത്. ഇനി അവിടെയുള്ള നാട്ടിൽ നിന്നാണെങ്കിലോ നിങ്ങൾ അതില്ലാത്ത നാട്ടിലേക്ക് പോകാൻ. അപ്പൊ രോഗിയായി അസുഖം പിടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ രോഗവുമായി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഇനി അയാളെ പോയി രോഗിയെ സന്ദർശിച്ച ഇത്ര കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അയാളിട്ട് സന്ദർശിക്കാനും പോകണ്ടെന്നായി പറയേണ്ട അർത്ഥം എന്താ പറഞ്ഞാ? ആരോഗ്യം, രോഗം പകർത്തുക എന്നുള്ളതും പടർത്തുക എന്നുള്ളതൊക്കെ വലിയ ഗുരുതരമായ സംഗതിയാണ്. അപ്പൊ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. അയാളുടെ ഇപ്പൊ ചില രോഗികളുടെ ആശുപത്രി വിസിറ്റേഴ്സിനെ സമ്മതിക്കാത്ത നമുക്ക് കാണാൻ നിർബന്ധമായിരിക്കും. അങ്ങനെ ഡോക്ടർ പറഞ്ഞ രോഗിയെ നമ്മൾ കാണാൻ പോകരുത്. അയാളുടെ രോഗത്തിന് വേണ്ടി, ക്ഷമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ, അതാണ് അയാൾക്ക് വേണ്ട നന്മ. അതൊന്നും ഇല്ലാതെ പിന്നെ അയാൾക്ക് ഇൻഫെക്ഷനായി പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ വിഷയത്തിൽ വളരെ കർക്കശമായി നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വിചാരിച്ച രോഗം ഇങ്ങനെ വരൂന്ന് വിചാരിച്ച് ഭയപ്പെട്ട് എല്ലാം അനങ്ങാതെ എല്ലാവരുമായി ഒരു അകലം പാലിച്ച് ഒരു രോഗവും ഇല്ലെങ്കിലും മാസ്ക് വെച്ചുകൊണ്ട് നടക്കാം. അതൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. പക്ഷെ അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതില്ല. ജാഗ്രത പാലിച്ച മാർഗം മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞ ഒരുപാട് സംഗതിയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് മാനസിക ആരോഗ്യമാണ്. ഇന്ന് ലോകത്ത് മഹാഭൂരിഭാഗം ആളുകൾക്ക് ഇല്ലാത്ത സംഗതി മാനസിക ആരോഗ്യമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. മാനസിക ആരോഗ്യം തകർന്ന ശാരീരികമായ ആരോഗ്യം ദുർബലപ്പെടും. അത് വസ്തുതയാണ്. കാരണം ഇസ്ലാം ഖുർആൻ പറയുന്നുണ്ടോ, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ, അവരുടെ ഹൃദയങ്ങളിലാണ് രോഗമുള്ളത്, ആ രോഗം അള്ളാഹു വർദ്ധിപ്പിക്കുന്നത്. ഹൃദയങ്ങളിലാണ് ആ പ്രയോഗം നോക്കൂ, ഹൃദയത്തിലാണ് രോഗം. ഹൃദയത്തിന് രോഗമുണ്ടെന്നല്ല, രോഗമുള്ളത് എവിടെയാണ്? ഹൃദയത്തിലാണെന്നാണ്. അപ്പൊ ഏത് രോഗത്തിന്റെയും കേന്ദ്ര ബിന്ദു മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരാളുടെ നല്ല മനസ്സുള്ള നമുക്ക് തോന്നുകയാണ് ഇപ്പൊ എനിക്ക് പനി ഉണ്ടെന്ന് എനിക്ക് തോന്നാം, ഞാൻ രോഗിയാണ് ചിന്തിച്ച് സ്വാഭാവികമായി ഞാൻ രോഗിയായി മാറും. അപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നോ, ഇന്ന ഫിൽ ജസദി മുദ്അ, നിങ്ങളുടെ ശരീരത്തില് ഒരു മാംസ കഷ്ണമുണ്ട്. ഇതാ സ്വലുഹൽ ജസദു കുല്ലുഹു, അത് നന്നായ ശരീരം നന്നായി എന്നാണ്. അത് ആത്മീയമായിട്ടായിരിക്കും നമ്മൾ പറയാം. അതിനൊരു ഭൗതിക വശം ഉണ്ടല്ലോ. എന്താണ്? മനസ്സ് നല്ല ബലപ്പെടുത്ത സ്റ്റെബിലൈസ്ഡ് ആയ മനസ്സാണെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. മനസ്സ് ദുർബലമായാലോ അയാളുടെ ശരീരം ദുർബലപ്പെടും. അതുകൊണ്ട് മനസ്സാണ് യഥാർത്ഥ മാനസിക ആരോഗ്യം വലിയ വിഷയമുള്ള സംഗതിയാണ്. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ഖുർആൻ പറയുന്നതോ എന്തൊക്കെ ഉണ്ട് മനസ്സിന്റെ രോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങൾ അത് എല്ലാ സ്ത്രീകൾക്കും പിന്നെ ബാധക കേട്ടോ.
ഫലാ തഖ്ളഅന ബിൽ ഖൗൽ. നിങ്ങൾ അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ സംസാരത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. സംസാരത്തിൽ ഒരാളെ അടക്കാൻ പറ്റും. ആണായാലും പുരുഷനായാലും സ്ത്രീയായാലും സംസാരത്തെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞതോ, അങ്ങനെ നിങ്ങൾ കൊഞ്ചിക്കൊഴി സംസാരിച്ചാൽ ഫയത്മഉൽ ലദീന ഫീ ഖൽബിഹി മർദ്, ഈ ഹൃദയത്തിൽ രോഗമുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് നിങ്ങളോട് താല്പര്യം തോന്നും. അപ്പൊ അതിൽ നിങ്ങൾ വഴി വയ്ക്കരുതാണ്. അപ്പൊ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഭർത്താവിനോട് സംസാരിക്കുന്ന അതേ ടോണിൽ ഭർത്താവിന് അന്നോട് സംസാരിക്കരുത്. സ്വന്തം ആങ്ങളയോട് സംസാരിക്കുന്ന അതേ ടോണിൽ ഭർത്താവിന് ജ്യേഷ്ഠനോട് സംസാരിക്കരുത്. ഇവരോട് സംസാരിക്കുന്ന അതേ ടോണിൽ പുറത്തൊരാളോട് സംസാരിക്കരുത്. ഇത് തമ്മിൽ സംസാരത്തിന്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കി പെൺകുട്ടികളും തിരിച്ചറിയും. എൻ്റെ മാമ വന്നപ്പോൾ, ഉമ്മയുടെ ആങ്ങള വന്നപ്പോൾ സംസാരത്തിന്റെ ശൈലി, മൂത്താപ്പ വന്നപ്പോൾ സംസാരത്തിന്റെ ശൈലി, വാപ്പ വന്നപ്പോൾ സംസാരത്തിന്റെ ശൈലിയെ കുട്ടി തിരിച്ചറിയും. അപ്പൊ അന്യനും അടുത്തവൻ എന്ന വേർതിരിവ് കുട്ടിക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ നമ്മൾ കൃത്യമായി ഇല്ലെങ്കിൽ സമയം ഹൃദയത്തിൽ രോഗമുള്ള ആൾക്കാരുണ്ടെന്നാ അതിൻ്റെ അടുത്ത ഹാർട്ട് പേഷ്യന്റ് എന്നല്ലല്ലോ, നേരെ പറഞ്ഞ ഹൃദയത്തിൽ രോഗങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ അർത്ഥം. ആ രോഗമുള്ള ആളുകൾക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടാകും അർത്ഥം. അപ്പൊ അങ്ങനെ മാനസികമായ പലതരം രോഗം കൊണ്ട് മനസ്സൊരു കേന്ദ്ര ബിന്ദു ആണെന്നാണ് ഈ ആരോഗ്യത്തെ കുറിച്ച് ഖുർആന്റെ ഒരു ആശയം എന്നുള്ളത്. ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും രക്ഷപ്പെട്ട സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രണ്ട് സംഗതി ഉണ്ട്. എത്ര കൃത്യമാണെന്നറിയോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെങ്കടലിൽ നിന്നാണ് അള്ളാഹ് രക്ഷപ്പെടുത്തിയത്. ഖുർആൻ പറഞ്ഞത് ഫനജ്ജൈനാഹു മിനൽ ഗമ്മി എന്നാണ്. കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നതിന് മുമ്പ് ഖുർആൻ എന്ന് പറഞ്ഞ മൂസ നബിയെ അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷത്തിൽ ഞാൻ രക്ഷപ്പെടുത്തിയതാണ്. അല്ല, മൂസ നബിയുടെ മനസ്സൊരു അസ്വസ്ഥനായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ, മുമ്പ് മൂസ നബിയുടെ കൈ കൊണ്ട് ഒരാൾക്ക് ഒരു അപകടം പറ്റി ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വേദന മൂസ നബിയുടെ മനസ്സിലുണ്ട്. അപ്പൊ ആ ഒരു ഭയമുണ്ട്. ആ ഭയത്തോടു കൂടി മൂസ നബി നടക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞത് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയെന്നാണ്. അതിനേക്കാൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയായിരുന്നു? നമ്മളെല്ലാം പറയുന്നത് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹ് രക്ഷപ്പെടുത്തിയതാണ്. ഖുർആൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന്. സാങ്കേതിക ശരിക്കും യാഥാർത്ഥ്യത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഖുർആൻ എന്താ പറഞ്ഞത്? ഫനജ്ജൈനാഹു മിനൽ ഗം, യൂനുസിനെ നാം അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിന്ന് മോചിപ്പിച്ചതാണ്. അപ്പൊ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടതിനേക്കാളും ഭയാനകം ആ അകപ്പെട്ടതിൽ അദ്ദേഹം അനുഭവിച്ചൊരു മാനസിക സംഘർഷം ഉണ്ടല്ലോ, അതാണ് ഭയാനകം. ഇപ്പൊ നമ്മള് പല ആളുകൾ പറയും, നിങ്ങൾ ഈ പല ആളുകൾ അപകടം പറ്റി വീട്ടിൽ വിശ്രമിക്കുന്ന ആളോട് ചോദിച്ചു നോക്കുക, ആ അപകടത്തെക്കാൾ ഏറെ അവർക്ക് പ്രയാസമാണ് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു എന്നായിരുന്നു. ആ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാന്ന് പറ, അതാണ് ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ അടങ്ങി ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ ആഴ്ചകളോളം മാസങ്ങളോളം ഇരിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നാണ്. ആ ഇരുത്തം വലിയ പ്രയാസമാണ്. അപ്പൊ മനസ്സെന്ത് ചെയ്യും? എത്രയോ ആളുകൾ പറയണ്ട മനസ്സാകെ താളം തെറ്റാൻ തുടങ്ങിയെന്നാണ്. താളം തെറ്റും. താളം തെറ്റുമ്പോൾ ആരോഗ്യം ക്ഷയിക്കും. പിന്നെ രോഗങ്ങൾ ഇപ്പൊ നമുക്ക് പ്രായമുള്ള ആളുകൾക്ക് അല്ലാത്തവർക്കൊക്കെ ഷുഗറും പ്രഷറൊക്കെ കൂടി ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഫസ്റ്റ് ചോദിക്കാൻ എന്തായിരിക്കും? ടെൻഷൻ ഉണ്ടോന്നാണ്. നമ്മൾ ഒരിക്കലും സമ്മതിക്കൂല ടെൻഷൻ ഉണ്ട്. ഡോക്ടർ പറയും ടെൻഷൻ കൂട്ടിയിട്ടാന്ന് പറയും. അപ്പൊ പിന്നെ അത് കുറയാനുള്ള മരുന്ന് നമ്മൾ കഴിക്കുക. അപ്പൊ ഇത് മാനസിക ആരോഗ്യത്തിന് മനസ്സിന്റെ ആരോഗ്യത്തിന് എന്താണ് മാർഗങ്ങൾ? ഒന്ന്, ഇസ്ലാമികപരമായി ഒരു വായന എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസമാണ് നമ്മുടെ മനസ്സുകൾക്ക് കരുത്തുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദൈവികമായ വിശ്വാസത്തെയും ഓർമ്മ കൊണ്ട് മാത്രമേ നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം, സ്വസ്ഥതയും കരുത്തു കിട്ടുകയുള്ളൂ. ഒമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക, എന്റെ സ്മരണയിൽ നിന്ന് ആരെ അകന്ന് ജീവിച്ചോ എപ്പോഴും അവന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകളായിരിക്കും. അവൻ അള്ളാഹുവിനെ അകന്നതോടൊപ്പം മനസ്സിൽ അസ്വസ്ഥമായിരിക്കും. പിന്നെ നമ്മൾ ശാന്തിയും സമാധാനവും തേടി ഇങ്ങനെ അലയേണ്ട ഗതി വരും എന്നർത്ഥം. അപ്പൊ ഒന്ന് അടിസ്ഥാനപരമായ വിശ്വാസമാണ് ഉണ്ടാകേണ്ടതെന്നർത്ഥം. രണ്ടാമത് മനസ്സിന്റെ സമാധാനം, സ്വസ്ഥതയും താളം തെറ്റാൻ കാരണം ഖുർആൻ പറഞ്ഞത് തിന്മകൾ നിങ്ങളുടെ മനസ്സുകളെ ദുർബലപ്പെടുത്തുന്ന. നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു ഭൗതിക സംവിധാനം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന സംഗതിയാണ് നമ്മൾ ചെയ്യുന്ന തിന്മകളെ നമ്മുടെ മനസ്സ് ദുർബലപ്പെടുത്തും. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിമിത്തം നിങ്ങളുടെ ഹൃദയങ്ങൾ കറ പിടിച്ചു പോയി. അതിന്റെ അർത്ഥം എന്താ? മനസ്സ് ദുർബലപ്പെട്ടു, ഹൃദയം. അങ്ങനെ പാപഭംഗിരമായ ഒരു മനസ്സുമായി നടക്കുന്ന ആടം എപ്പോഴും അയാൾ ശരീരം ദുർബലമായി. എന്താ കാരണം? നമ്മൾ പറയില്ലേ മനസ്സ് എത്തുന്നിടത്തേക്ക്
നമുക്ക് ശരീരം എത്തണതാണ്. എന്താ കാരണം? മനസ്സിൽ വേറെ ചിന്തകളാണ്. അപ്പൊ നല്ല മനസ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. മറ്റൊരു സംഗതി ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും അള്ളാഹുവിൽ ഒരു പ്രതീക്ഷ വച്ചുകൊണ്ട് നടക്കണം. ഒരു രോഗം വരുമ്പോഴേക്കും അല്ലെങ്കിൽ എന്ത് പ്രയാസം വരുമ്പോഴേക്കും ഇനി ഇത് മാറാനൊന്നും പോകുന്നില്ല എന്നല്ല, ഇതിനപ്പുറത്താണ് അള്ളാഹുവിന്റെ ഇടപെടലുള്ളത് എന്ന ഒരു പ്രതീക്ഷയോടും കൂടി നിങ്ങൾ ആലോചിച്ചു. ജീവിതത്തിൽ കേട്ടനുഭവം 2 പ്രാവശ്യം ഒരാളെ ചെറുപ്പക്കാരൻ 2 പ്രാവശ്യം ഹാർട്ട് മാറ്റി വെച്ചൊരു മനുഷ്യനെ ആലോചിക്കുക. 2 പ്രാവശ്യം ഹാർട്ട് ബൈപ്പാസ് ചെയ്തല്ല, ഹാർട്ട് മാറ്റി വെച്ചിരിക്കുന്നു 2 പ്രാവശ്യം. അപ്പൊ അയാളുടെ മാനസികമായി കരുത്തറിഞ്ഞു. ഡോക്ടർ അത്ഭുതപ്പെടുകയാണ്. 1 മാറ്റി വെച്ചു, അത് പിന്നെ ഇൻഫെക്ഷനായി, അത് മാറ്റി വെക്കേണ്ട ഗതിയായി. അയാളോട് പറയാം ഇനി ഇത് മാറ്റി വെക്കണമെന്ന് പറയേണ്ട അവസ്ഥ അറിയിച്ചു. അയാൾ തന്നെ പറയാം, അയാൾ അന്വേഷിച്ച് കണ്ടിട്ട് പറഞ്ഞു ഇത് മാറ്റി വെച്ച ഡോക്ടർ അടുത്തത് വെച്ചോന്ന്. അതാണ് ഒരു മാനസിക കരുത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ആർക്കുണ്ടാക്കേണ്ടത്? നമുക്ക് നമ്മുടെ മനസ്സാണ് യഥാർത്ഥത്തിൽ ശക്തിപ്പെടേണ്ടതും കരുത്താർജിക്കേണ്ടതും എന്നുള്ളതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മനസ്സിന് കരുത്ത് കിട്ടണമെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ. ഒരാൾ ജീവിതത്തിൽ വിജയിക്കും. അയാൾക്ക് 3 ഗുണമുണ്ട്. അതിൽ ഒരു ഗുണം എന്താണോ? വകന്നഹു അല്ലാഹു ബിമാ ആതം. അല്ലാഹ് നൽകിയ വിഹിതത്തിൽ അയാൾ തൃപ്തനാണ്. അല്ലാഹ് തന്ന വിഹിതത്തിൽ ഒരാൾക്ക് തൃപ്തി കരസ്ഥമാക്കാൻ പറ്റുമോ? അയാളുടെ മനസ്സ് ഒരിക്കലും പതറൂല, ചാഞ്ചാടൂല. കാരണം എനിക്ക് എൻ്റെ റബ്ബ് തന്നത് ഇതാണ്, അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. നമ്മൾ തൃപ്തനല്ല. അപ്പൊ മാനസികമായ ഐശ്വര്യം നമുക്ക് ജീവിതത്തിൽ ലഭിക്കാതെ പോകുമ്പോൾ മനസ്സിന്റെ താളം തെറ്റും, അസ്വസ്ഥതകളാവും, മനസ്സ് ദുർബലപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ നമ്മുടെ മനസ്സുകൾ ആ രൂപത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉള്ളവർക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്നാണ് ഈ പറഞ്ഞതിന്. വേറെ ഭൗതികമായി ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിന് അങ്ങനെ പറ്റുമോ മനസ്സിനെ നന്നാക്കാൻ? അങ്ങനെയാണെങ്കിൽ ഒരു നല്ല മനുഷ്യന്റെ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഹാർട്ട് എടുത്ത് ഒരു മോശമായ മനുഷ്യന് വച്ച് പിടിപ്പിക്കുന്ന സങ്കല്പിക്കാൻ ഇയാളുടെ സൽസ്വഭാവം അയാൾക്ക് കിട്ടുമോ? അത് കിട്ടില്ലോ. എന്താ കാരണം? അത് അതിനപ്പുറത്താന്ന് മനസ്സിലാക്കാം. അതിന് എല്ലാ ഭൗതിക സംവിധാനത്തിനും അപ്പുറത്താണ് ഈ മനസ്സ് നന്നാകാന്ന്. ഒരാളെ കുറിച്ച് അയാൾ നല്ല ബുദ്ധിയുള്ളവനാണെന്ന് പറയും, അതോടൊപ്പം അയാൾ നല്ല മനുഷ്യനാണ്, നല്ല മനസ്സുള്ളവനാണെന്ന് പറയുമ്പോഴും നമ്മുടെ കൺസെപ്റ്റ് 2 അല്ലേ ആണ്. അപ്പൊ നല്ല ബുദ്ധി എന്ന് പറയുന്നത് നല്ല മനസ്സെന്ന് പറയുന്നത് 2 അപ്പൊ നല്ല മനസ്സ്, ഖൽബുൻ സലീം, പാപങ്ങളില്ലാത്ത ശുദ്ധ ഹൃദയം എന്ന് ഖുർആൻ പറ്റിയത്. അതുകൊണ്ട് ശാരീരികമായ ആരോഗ്യം അതിപ്രധാനമാണ്. അതോടൊപ്പം മാനസികമായ ആരോഗ്യം ഇസ്ലാം നമ്മുടെ മുന്നോട്ട് വെക്കുന്നു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു ആരോഗ്യമുള്ള മനുഷ്യനാവുകയുള്ളൂ എന്ന ആ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണുക. ഈ അനുഗ്രഹം ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസികമായ സന്തോഷം ലഭിക്കാൻ വേണ്ടി പറഞ്ഞ സംഗതി മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരക്കാനാണ്. നമ്മൾ ഈ പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ നിർത്താം. പക്ഷെ ഒരു നല്ല ചിന്ത, എല്ലാവരെ കൂടി നല്ലത് വിചാരിക്കുക, ഏത് പ്രശ്നങ്ങൾ വരുമ്പോൾ പോസിറ്റീവായി അതിനെ സമീപിക്കാന്നുള്ളത് അത് വലിയ സംഗതിയാണ്. എത്ര വലിയ രോഗത്തിൽ അടിമപ്പെട്ട മനുഷ്യൻ നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന മനസ്സ് നിറഞ്ഞ് പറയാൻ നമുക്ക് പറ്റണം. അതാണ് മാനസിക ഉല്ലാസത്തിന്റെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതിന്റെ ഏറ്റവും ഉദാഹരണം, ഏറ്റവും വലിയ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് വർഷങ്ങളായി നഷ്ടപ്പെട്ട് അവശനായി കിടക്കുന്ന ആ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന ഖുർആൻ കൊടുത്തത് എത്ര പവർഫുൾ ആണെന്നറിയാം. അന്നീ മസ്സനിയ ദുർറു, അല്ലാഹുവേ എനിക്ക് ഒരു ദുരിതം ബാധിച്ചിരിക്കുന്നു. ഒരു ദുരിതമാണ്, ദുരിതക്കയത്തിലാണ്. അന്ത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമാണല്ലോ നാഥ. അത്രേ ഉള്ളൂ, നീ അർഹമുർ റഹ്മാനാണല്ലോ നാഥ. ഒറ്റ പറിച്ചത്.
എന്താ സംഭവിച്ചതോ? ഫസ്തജബ്നാ ലഹു, ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഉത്തരം കൊടുത്തു അയ്യൂബിന്. അയ്യൂബേ അനങ്ങണ്ട, രോഗം ഇപ്പം മാറും. എന്താ ചെയ്യേണ്ടത്? ആകെപ്പാട് അനങ്ങുന്നത് ആ കാലിന്റെ വിരലുകൾ മാത്രമാണ്, വേറെ ഒന്നും ചലനമില്ല. അന്ന് പറഞ്ഞു, നീ കാലിന്റെ വിരൽ കൊണ്ട് ഭൂമിയിലൊന്ന് അമർത്താൻ പറഞ്ഞു. അത്രേ കഴിയുന്നുള്ളൂ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിരലമർത്തിയപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി വന്നിട്ട് പോകും. അള്ളാഹ് പറഞ്ഞു, അതെടുത്ത് കുടിച്ചോ, കുളിച്ചോളാൻ പറഞ്ഞു. ഉടനെ തന്നെ ഭാര്യ എടുത്ത് കുടിപ്പിച്ച് കുളിച്ചു. പഴയ പോലെ ആരോഗ്യ ദൃഢഗാത്രനായി അയ്യൂബ് നബി തിരിച്ചു വരികയാണ്. എങ്ങനെ കിട്ടുന്നത്? എങ്ങനെയാണ് ഓൺ ദ സ്പോട്ടിൽ അത് ഇടപെട്ടത്? ഒറ്റ വാക്കാണ്, അന്ത അർഹമുർ റഹീം. അതിൽ കൂടുതൽ ഒരു അടിമ എന്താണ് അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത്? അതിനേക്കാൾ നല്ല അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു അടിമ അതിനേക്കാൾ കൂടുതൽ എന്ത് പറയണം? അങ്ങനെ പറഞ്ഞൊരു അടിമയെ ഇനി അള്ളാഹു എങ്ങനെ എന്തിനു പരീക്ഷിക്കണമെന്നാ? നീ അർഹമുർ റഹ്മാനല്ലേ ദാദാ എന്നാ. അത് 7 ആകാശത്തിന്റെ അപ്പുറത്തേക്കും അള്ളാഹുവിന്റെ മുമ്പിൽ പോയി മുട്ടുന്ന ആ പറിച്ചത്. അങ്ങനെ നമുക്ക് ചിന്തിക്കുവാനും പറയുവാനും നമ്മുടെ മനസ്സ് പാകപ്പെടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായി ആശുപത്രിയിലും വീടുകളും കഴിഞ്ഞുകൂടുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.